ഇന്നത്തെ ബിഗ് ബോസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കോമൺ ആയിട്ടൊരു കാര്യം പറയാൻ പോവുകയാണ് കേട്ടോ. നമ്മുടെ ഈ മത്സരിക്കാൻ വേണ്ടി ഇപ്പോൾ 19 കണ്ടസ്റ്റൻസ് പോയിട്ടുണ്ടല്ലോ. അവരെന്ന് പറയുന്നത് അത്യാവശ്യം സെലിബ്രിറ്റി ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരതിൻ്റെ ഒരു ഫെയിമും മോണിറ്ററി ബെനിഫിറ്റും എല്ലാം കൂടെ ആഗ്രഹിച്ചിട്ടായിരിക്കും ആ ഒരു ഷോയിലേക്ക് പോയിട്ടുണ്ടാവുക. അപ്പോൾ ഒരു മനുഷ്യന് അതിപ്പോൾ സെലിബ്രിറ്റി ആയിക്കോട്ടെ, സാധാരണ മനുഷ്യരായിക്കോട്ടെ, അവർക്ക് എല്ലാവർക്കും ബേസിക് ആയിട്ട് വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം ഫുഡ്, രണ്ടാമത്തെ കാര്യം സ്ലീപ്പിംഗ്, മൂന്നാമത്തേന്ന് പറഞ്ഞാൽ അവർക്ക് വസ്ത്രം. അപ്പോൾ ഈ പ്രാവശ്യത്തെ സീസൺ 7 ഇത് മൂന്നും വളരെ കുറവായിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഫുഡിൻ്റെ കാര്യത്തിൽ വളരെ കുറവായിട്ടാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണുകയുണ്ടായി. നമ്മളെ കിച്ചൺ ടീമിലുണ്ടായിരുന്ന ബിന്നി സരിയോട് പറയുന്നു, 2 ദോശയോ അപ്പോ എന്തോ മാത്രം കൊടുത്താൽ മതി, അതിനുള്ളതേ ഉള്ളു. അതായത് അവർക്ക് വിശപ്പിനുള്ള പ്രോപ്പറായിട്ടുള്ളൊരു ഫുഡില്ല. ഇത്രയും വലിയ കോടികൾ മുടക്കി എടുക്കുന്ന ഒരു ഷോയ്ക്ക് അതിൽ വരുന്ന കണ്ടസ്റ്റൻസിന് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മോശമാണ്. എന്തോ സർവൈവിങ് ടാസ്ക് ആയിക്കോട്ടെ, വിശക്കുന്നവന് ആഹാരം എന്ന് പറയുന്നത് മിനിമം ആയിട്ടുള്ളൊരു നീഡായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അത് വളരെ കുറവായിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ അവരുടെ പ്രൈവറ്റ് യൂസിനായിട്ട് കൊണ്ടുപോയിരിക്കുന്ന വസ്ത്രങ്ങളൊന്നും കൊടുക്കുന്നില്ല. അത് പിന്നെയും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, കാരണം അതൊരു ടാസ്കിൻ്റെ ഭാഗമാണ്. വസ്ത്രമില്ലെങ്കിലും നമുക്ക് വസ്ത്രമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൊണ്ടുവന്ന ലക്ഷറി വസ്ത്രങ്ങൾ ഇല്ലയെന്നേ ഉള്ളൂ. ബിഗ് ബോസ് അല്ലാതെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഉറക്കത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരുപാട് പേർക്ക് ഉറക്കം ബുദ്ധിമുട്ടുള്ളതായിട്ടും പറയുന്നുണ്ട്. മാത്രമല്ല ഇത് ഫിസിക്കൽ ടാസ്ക്കാണ് കൂടുതലും കൊടുക്കുന്നത്, മനസ്സിലായോ? അപ്പോൾ ഫിസിക്കൽ ടാസ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഫുഡ് വേണം, അല്ലെങ്കിൽ ഉറക്കം വേണം. ഈ 2 കാര്യം മസ്റ്റായിട്ടുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ആ ടാസ്കിൽ നല്ല രീതിയിൽ ശോഭിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ബിഗ് ബോസിൻ്റെ മേക്കേഴ്സ് ഈ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധ പുലർത്തുക. കാരണം ഫുഡ് കൊടുക്കാതിരിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ഒരു ചീപ്പായിട്ടുള്ളൊരു പ്രവൃത്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക.